നന്നായി പ്രവർത്തിക്കുന്ന നിവശ്രീ അയൽക്കൂട്ടത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്തതിനും അത് നടപ്പിലാക്കിയതിനും ഗ്രാമപഞ്ചായത്തിന്റെയും പ്രത്യേകിച്ച് നമ്മുടെ വാർഡിന്റെയും ഒക്കെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കാം. ഗവൺമെന്റ് സാലറിയിലുള്ള കുടുംബങ്ങളല്ല ഇവിടുത്തെ അയൽക്കൂട്ട അംഗങ്ങൾ ഒക്കെ നമ്മൾ അവനവന്റെ ദിവസം കൂലിപ്പണിക്ക് പോയി അതിൽ നിന്നും ഒരു വിഹിതം എടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ 5 വീട്ടുകാർക്ക് ഓണക്കിറ്റ് റെഡിയാക്കിയത്. അത്തം ദിവസമായിരുന്നു കേട്ടോ എൻ്റെ അയൽക്കൂട്ടത്തിലെ ഓണാഘോഷ പരിപാടി. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ വളരെ ഗംഭീരമായിട്ടാണ് നമ്മുടെ പരിപാടിയൊക്കെ നടത്താറ്. ഇപ്രാവശ്യം വയനാട് ദുരന്തമൊക്കെ കാരണം വളരെ ലളിതമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അയൽക്കൂട്ടത്തിലെ ഓണാഘോഷ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൂ വാങ്ങാനായിട്ട് ഞാൻ മംഗലകുന്നത്തേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പൂവൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ പൂവെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ 17 അംഗങ്ങളാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മുടെ 17 അംഗങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങളുടെ വാർഡ് മെമ്പറായ രാജി ചേച്ചി, അതേപോലെ തൊട്ടപ്പുറത്തുള്ള 2 വാർഡ് മെമ്പർമാർ, പിന്നെ തൊട്ടപ്പുറത്തുള്ള അയൽക്കൂട്ടം CDS അംഗങ്ങൾ, ADS അംഗങ്ങൾ, അങ്ങനെ ഒരുവിധ ആൾക്കാരെയൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആരെയെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അങ്ങനെ എല്ലാവരും എത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്രാവശ്യം അയൽക്കൂട്ടം പരിപാടി വെക്കണില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു നമുക്കൊരു ഓണസദ്യയൊക്കെ ചെറുതായിട്ട് വെക്കാം, അതേപോലെ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ അതൊരു പ്രത്യേക രസമല്ലേ, അതേപോലെ ഒരു സന്തോഷം കൂടിയല്ലേ പറഞ്ഞിട്ടാണ് ഞങ്ങളൊരു 2 ദിവസം മുന്നേയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഓണാഘോഷ പരിപാടിയാണ്. അപ്പോൾ എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അങ്ങനെ ഞങ്ങൾ വെറുതെ ഒരു റീലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വിളക്കും പൂക്കളൊക്കെ ആയിട്ട് വീടിൻ്റെ മരത്തുനിന്ന് ഇങ്ങോട്ട് കയറണ പോലെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലെ ഇന്ദിര ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഓണാഘോഷ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഓണാഘോഷ പരിപാടിയൊക്കെ നല്ല അടിപൊളി ഗംഭീരമായിട്ടാണ് കേട്ടോ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരിക. ചെറിയൊരു ഓണപ്പൂക്കളാണ് കേട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. പൂക്കളം ഇടൽ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു തിരുവാതിരക്കളി കളിച്ചാലോ എന്നൊരാഗ്രഹം. അങ്ങനെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, എല്ലാവരും ഒന്നുമില്ല കേട്ടോ, ചിലവർക്ക് മടി, ചിലവർക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു 3-4 മിനിറ്റിൻ്റെ ഒരു തിരുവാതിരക്കളിയാണ് കേട്ടോ കളിക്കണത്. അപ്പം നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കളിച്ചു. അങ്ങനെ തിരുവാതിരക്കളി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വേറെയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു തിരുവാതിരക്കളി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കാണുക. അപ്പം നമ്മുടെ വീഡിയോയിൽ ഇത് പാട്ട് ഇടാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ റീൽസ് എടുക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഗസ്റ്റുകൾ വരാനുണ്ട്, അവരെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഓണാഘോഷ പരിപാടി മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, അയൽക്കൂട്ടത്തിൻ്റെ വാർഷികം കൂടിയാണ്. അതിന് പുറമെ നമ്മൾ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ ഒരു 5 പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് 5 ഓണക്കിറ്റ് നമ്മുടെ അയൽക്കൂട്ടത്തിലെ എല്ലാ അംഗങ്ങളും കൂടി ചേർന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഏറ്റുവാങ്ങാനാണ് അവർ വരുന്നത്. അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതേപോലെ 9ാം വാർഡ് മെമ്പറും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം അല്ലേ. ജീവശ്രീയുടെ ഓണാഘോഷ പരിപാടി അതേപോലെ വാർഷികാഘോഷ പരിപാടിയും പങ്കെടുക്കാനെത്തിയ ഞങ്ങളുടെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ രാജി ചേച്ചിക്കും ചേച്ചിക്കും 10ാം വാർഡ് മെമ്പർ എവണി മെമ്പർക്കും പിന്നെ ADS നമ്മുടെ ഓണാഘോഷ പരിപാടി പങ്കെടുക്കാനെത്തിയ ജീവശ്രീയുടെ എല്ലാ അംഗങ്ങൾക്കും സ്വാഗതം. അധ്യക്ഷനായിട്ട് നന്നായി പ്രവർത്തിക്കുന്ന നിവശ്രീ അയൽക്കൂട്ടത്തിന്റെ 9ാം വാർഷികവും
അതിൽ പാലിയേറ്റീവിൻ്റെ ഗുണഭോക്താക്കൾക്കുള്ള ഒരു സ്നേഹ സമ്മാനം സമ്മാനം കൂടി വിതരണമാണ് ഇന്ന് നടക്കുന്നത്. അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പിന്നെ വൈസ് പ്രസിഡന്റ് ബോണസ് നമ്മുടെ അയൽക്കൂട്ടങ്ങളുടെ വാർഷിക പൊതുയോഗത്തിനാണ് നമ്മൾ ബോണസ് വിതരണം നടത്താറ് ഓണത്തിന്. അപ്പോൾ ആ ചടങ്ങ് നടത്തുന്നുണ്ട്. അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന അയൽക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് അജി, സെക്രട്ടറി അജിത, സ്വാഗതം പറഞ്ഞ രേഷ്മ, നമ്മുടെ ഇന്ന ചേച്ചി, വീട്ടിലെ എല്ലാ അംഗങ്ങളും അയൽക്കൂട്ട അംഗങ്ങളും നമ്മുടെ വാർഡ് മെമ്പർമാരായ നമുക്ക് ഗസ്റ്റായിട്ട് ഇന്ന് കിട്ടിയതാണ് 9ാം വാർഡ് മെമ്പറും 10ാം വാർഡ് മെമ്പറും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വർഷവും കുറച്ച് വർഷങ്ങളായി നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ ഓണാഘോഷവും വിപുലമായിട്ട് നടത്തിയിട്ടാണ് നമ്മൾ ആഘോഷിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വയനാട് ദുരന്തത്തിനെ തുടർന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ ഉള്ളത് കൊണ്ട് നമുക്ക് ഓണാഘോഷം ലളിതമാക്കിയിട്ട് നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും ഓണച്ചന്തകളൊക്കെ നടത്താനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മളുടെ ഒരു പിന്നെ ചെറുതായിട്ടുള്ള വല്ലാതെ ആർഭാടം ഒഴിവാക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തോളം നോക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊരു പ്രവൃത്തി, കാരണം ശ്രീശൈലം ഗ്രാമപഞ്ചായത്തിൽ തന്നെ 230 അയൽക്കൂട്ടങ്ങളാണ്. അതിൽ ഏറ്റവും ആദ്യം, കാരണം ഒരു അയൽക്കൂട്ടങ്ങളുടെ ഇതുവരെ അങ്ങനെ ഒരു പാലിയേറ്റീവ് കിറ്റ് കിട്ടിയിട്ടില്ല. 11ാം വാർഡിലാണ് പിന്നെ കിട്ടാറ്. കഴിഞ്ഞ ഇതിന് കിട്ടിയിരുന്നാലും ആദ്യമായിട്ടാണ് ഓണത്തിന് നമ്മുടെ പാലിയേറ്റീവിൻ്റെ കിറ്റ് കൊടുക്കുന്നതാണ് അടുത്ത ആഴ്ച. അതിൽ നമ്മുടെ പാലിയേറ്റീവിൻ്റെ നേഴ്സ് ജയന്തിയുടെ അമ്മ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ ഇനി ആ കുട്ടി ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും അറിയണ്ട, എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോയി കൊടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ കിറ്റ് ഇന്ന് കിട്ടുകൊണ്ട് അത് വലിയ ഉപകാരമായി. നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും 70 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു നല്ലൊരു മഹനീയ ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്തതിനും അത് നടപ്പിലാക്കിയതിനും ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രത്യേകിച്ച് നമ്മുടെ വാർഡിൻ്റെയും ഒക്കെ അഭിനന്ദനങ്ങളും പിന്നെ ആശംസകളും അറിയിക്കുകയാണ്. ഇത് എല്ലാ അയൽക്കൂട്ടങ്ങൾക്കും ഇതേപോലെ നമ്മുടെ 230 അയൽക്കൂട്ടങ്ങളും മാതൃകാപരമായി ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ പാലിയേറ്റീവ് കുടുംബങ്ങളിൽ ഓണത്തിന് സുഭിക്ഷമായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർക്ക് ഓണം ആഘോഷിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് നമ്മളുടെ ഓരോ കുടുംബത്തിൻ്റെയും ലക്ഷ്യം, നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെയും ലക്ഷ്യം. കാരണം 10 രൂപ പിരിക്കുക, 20 രൂപ കടം മേടിക്കുക അതിലുപരി അതെല്ലാ അയൽക്കൂട്ടങ്ങളും ചെയ്യുന്നതാണ്. പക്ഷെ ഇങ്ങനൊരു പ്രവൃത്തി നമ്മൾ വിരലിലുണ്ടാവുന്ന അയൽക്കൂട്ടങ്ങൾ മാത്രമാണ് ഏറ്റെടുക്കുക. അതിൽ ഏറ്റവും ഭംഗിയായി, കാരണം ആദ്യം തന്നെ ഇത് 2-3 വർഷം 13 വർഷം കൊടുക്കാൻ തുടങ്ങിയത് 5 പേർക്കാണെങ്കിൽ അന്ന് 10 പേർക്കൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം ആരും അത്ര ഗവൺമെന്റ് സാലറിയിലുള്ള കുടുംബങ്ങളല്ല ഇവിടുത്തെ അയൽക്കൂട്ട അംഗങ്ങൾ. ഒക്കെ നമ്മൾ അവനവന്റെ ദിവസം കൂലിപ്പണിക്ക് പോയി അതിൽ നിന്നും ഒരു വിഹിതം എടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ 5 വീട്ടുകാർക്ക് ഓണക്കിറ്റ് റെഡിയാക്കിയത്. അതിന് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം ഈ 5 കുടുംബങ്ങളിലെ അവരുടെ ഒരു ഓണാഘോഷത്തിന് ഇത് സാധ്യമാകും നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളുടെ മനസ്സാണ്. കാരണം കുറേ സാമ്പത്തികം ഉണ്ടായാലും ഒരാൾക്കും ഒരു കാര്യം ചെയ്യാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു പിന്നെ സാധിക്കുന്ന തരത്തിൽ നമ്മളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ഏറ്റെടുത്തതിന് നിങ്ങളുടെ ഓരോ അയൽക്കൂട്ട അംഗങ്ങളെയും മനസ്സുകൊണ്ട് നമിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അയൽക്കൂട്ടത്തിന്റെ വാർഷിക പൊതുയോഗം, കാരണം എല്ലാ അയൽക്കൂട്ടങ്ങൾക്കും വാർഷിക പൊതുയോഗം ചേരാറുണ്ട്. പക്ഷേ എല്ലാ അയൽക്കൂട്ടങ്ങളും ഇങ്ങനെ കൃത്യമായി വാർഷികം ആഘോഷിച്ച് നമ്മളുടെ ഓണസിന് ബോണസ് വിതരണം, ഇപ്പോൾ നമ്മുടെ വാർഡിൽ തന്നെ 2 അയൽക്കൂട്ടങ്ങളുടെ വാർഷികം കഴിഞ്ഞ് ബോണസ് വിതരണം ചെയ്ത് വന്ന് വിജയശ്രീ അയൽക്കൂട്ടത്തിന്റെ കഴിഞ്ഞ 1-ാം തീയതി ആയിരുന്നു. പിന്നെ അവരും ഇതേപോലെ നല്ല വിപുലമായി അവിടുത്തെ ഒരു 100 ആളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഓണാഘോഷം ഉണ്ടാവാറ്. പക്ഷെ ഇപ്രാവശ്യം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഓണാഘോഷത്തിന്റെ ബോണസ് വിതരണവും അത്യാവശ്യം പിന്നെ ആളുകൾ റിപ്പോർട്ട് അവതരിപ്പിക്കലും ചർച്ച ഗംഭീരമായിരുന്നു എന്നേ ഉള്ളൂ. കാരണം മറ്റേത് പരിപാടികൾ നടത്തിയിട്ട് ചർച്ച പിന്നെ ഒഴിവാവലായിരുന്നു. ഇപ്രാവശ്യം ചർച്ച ഗംഭീരമായിരുന്നു, പരിപാടികൾ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ എന്തായാലും വിജയശ്രീ അയൽക്കൂട്ടം പിന്നെ ഇന്ത്യ അയൽക്കൂട്ടം കനകശ്രീ അയൽക്കൂട്ടമാണ് അതിന്റെ മുന്നേ 31-ാം തീയതി നമ്മൾ ബോണസ് വിതരണം ചെയ്തു. അപ്പോൾ എന്തായാലും ഇങ്ങനെ തുടക്കം കുറിക്കുകയാണ് നമ്മുടെ ഓരോ അയൽക്കൂട്ടം. നമ്മുടെ ഒരു 22 അയൽക്കൂട്ടങ്ങളിലും ഒരു 95% അയൽക്കൂട്ടങ്ങൾ ഓണത്തിന് ബോണസ് വിതരണം നൽകാറുണ്ട്. പിന്നെ അനുശ്രീ അയൽക്കൂട്ടം 5 അയൽക്കൂട്ടമാണ് പിന്നെ ബോണസ് വിതരണം നടത്തിയത്. അപ്പോൾ എന്തായാലും ഇത് മറ്റുള്ള അയൽക്കൂട്ടങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ്. കാരണം നമ്മളൊരു ഒത്തൊരുമിച്ച് കൊണ്ട് ഇന്ന് എല്ലാവരും സെറ്റ് സാരിയൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ കൂട്ടായ്മകളിലും നമ്മൾ സന്തോഷമാണ് കാണുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ അടുക്കളപ്പണിയുടെ ഇടയിൽ നമ്മുടെ സങ്കടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അതിൽ നിന്നൊന്ന് വിട്ട് ഒരു ദിവസം കുറച്ച് സമയം നമുക്കൊക്കെ സന്തോഷിക്കാനും ഒരുമിച്ചിരിക്കാനും. ഇപ്പം നിങ്ങളൊന്ന് രാവിലെ വന്നു, ഓണപ്പൂക്കൾ ഇട്ടു, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊക്കെ നമ്മൾ ആ സന്തോഷം കേട്ട നമ്മളെ സങ്കടങ്ങൾ മറന്നുകൊണ്ട് എല്ലാവരുടെയും ഒരേപോലെ സന്തോഷം പങ്കിടാനാണ് ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നത്. അതിന് ഇനിയും നമുക്ക് പിന്നെ തുടർച്ചയായിട്ട് ഇത്തരം ഈ ഒരു എനർജറ്റിക് നമ്മുടെ പിന്നെ എല്ലാ അംഗങ്ങളുടെയും മനസ്സിലുള്ള ഈ പോസിറ്റീവ് എനർജി നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണം. എല്ലാ അയൽക്കൂട്ടങ്ങൾക്കും ഇത് മാതൃകയായി ഒരിക്കൽ കൂടി മാതൃകയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എല്ലാ അയൽക്കൂട്ട അംഗങ്ങൾക്കും
എല്ലാവിധ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഈ ഒരു ചടങ്ങ് ഏറ്റവും ലളിതവും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ്. ഇതിൻ്റെ ഉള്ളടക്കം കൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ആ ചടങ്ങിനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കാരണം ഒരങ്ങ് രണ്ടങ്ങ് സാധിച്ചാലല്ല നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ അതിന് ഓരോ മണിക്കൂറുകൾ മറ്റേ അംഗങ്ങൾക്കൊക്കെ മാതൃകയാക്കുന്ന രീതിയിൽ ചെയ്തത് വളരെ സന്തോഷം. സാധിക്കട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് പഞ്ചായത്തിന് നല്ല പാലിയേറ്റീവിൻ്റെ ആയാലും എല്ലാം നമുക്ക് ഇവിടുന്ന് ചെയ്യുന്നൊരു അയൽക്കൂട്ടാണ്. ഇന്നലെ 8-ാം വാർഡിലേക്ക് നല്ലൊരു അയൽക്കൂട്ടായിട്ട് മാറട്ടെ. അതുപോലെ എല്ലാവരും നല്ല എല്ലാവിധ ഓണാശംസകളും. ഇനി ഓണസദ്യ കൊണ്ടിട്ട് പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഓണാഘോഷവും ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ മെമ്പറും പ്രസിഡന്റുമായിട്ടുള്ള രാജീവ് ചേച്ചി, പിന്നെ നമ്മുടെ മറ്റേ മെമ്പർ, അവരെ നമുക്കൊന്നും ഇതുവരെ പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത് അതിനുമായിട്ട് കിട്ടിയത് നമ്മൾ അധികം സന്തോഷിക്കുന്നു. പിന്നെ രാജശ്രീ ചേച്ചി, അവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണാഘോഷം ഒരുപാട് നടത്താൻ വേണ്ടി മുൻകൈയെടുത്ത എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇനിയും കൂടുതൽ ഭംഗിയായിട്ട് വരും വർഷങ്ങളിൽ നടത്താൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഒരു 2-3 വർഷങ്ങളായി നമ്മുടെ അയൽക്കൂട്ടത്തിൽ നിന്നും ഓണം, വിഷു അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ 5 പേർക്കാണെങ്കിൽ പോലും നമുക്ക് ഓണക്കിറ്റ് അതേപോലെ വിഷു കിറ്റൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് സഹകരിച്ച നമ്മുടെ അയൽക്കൂട്ടത്തിലെ എല്ലാ അംഗങ്ങളോടും നന്ദി പറയുകയാണ്. അപ്പോൾ ഇനിയും മുന്നോട്ട് ഇതേപോലെ തന്നെ പോകണം എന്നാണ് ഞങ്ങളുടെ ഒരാഗ്രഹം. ഏകദേശം ഒരു 12-12:45 ആകുമ്പോഴേക്കും നമ്മുടെ അയൽക്കൂട്ടത്തിലെ പരിപാടിയൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ സദ്യ വട്ടങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അടിപൊളി സദ്യ തന്നെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടുമ്പോഴും അതേപോലെ എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു പ്രത്യേക വൈബാണ് അല്ലേ. അങ്ങനെ അടുത്ത വർഷത്തെ ഓണപ്പരിപാടി അതിഗംഭീരമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പിരിയുകയാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.